ജോലിയും കൂലി ഇല്ലാത്തവർക്ക് വരുന്ന ഒരു മാനസിക വിഭ്രാന്തിയാണ് മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നതും ഡിപ്രഷൻ എന്ന് പറയുന്നതും എന്നൊക്കെയാണ് ആക്ട്രസും സിംഗറൊക്കെ ആയിട്ടുള്ള കൃഷ്ണപ്രഭ പറഞ്ഞേക്കുന്നത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയത്, നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ ഉള്ളൊരു ധൈര്യം കാണിക്കണം. അതല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്ത് സംസാരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് മിണ്ടാത്തത്, ഈ ഒരാളെക്കുറിച്ച് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു മറുപടി എന്ന് പറയുന്നത്, എനിക്ക് ആ വിഷയം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ മണ്ടത്തരം പറയുന്നേക്കാളും നല്ലത് വായും പൂട്ടി മിണ്ടാതിരിക്കുന്നതാണ്. ഇപ്പോൾ കൃഷ്ണപ്രഭയുടെ ഒരു പരാമർശം, അത് പരാമർശം മാത്രമല്ല, അതിൻ്റെ ഒരു തരം കളിയാക്കലിലൂടെയാണ് അവർ പ്രകടിപ്പിച്ചത്. ഒരു പക്ഷേ അവരുദ്ദേശിച്ചത് ഒന്നായിരിക്കാം, പുറത്ത് കൺവേ ആയത് മറ്റൊരു രീതിയിലായിരിക്കാം. നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള വിഷയം കൃഷ്ണപ്രഭയുടെ ആ വിവാദമായ പരാമർശമാണ്. പരാമർശം മറ്റൊന്നുമല്ല, ഒരു ജോലിയും കൂലിയും ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾക്ക് ഡിപ്രഷൻ വരുന്നത്, മൂഡ് സ്വിങ്സ് വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, മാനസിക വിഭ്രാന്തി വരുന്നത് എന്നൊക്കെ ഉള്ള ലെവലിലാണ് അവർ സംസാരിച്ചത്. ഇതിനെതിരെ പല ആൾക്കാരും പ്രതികരിച്ചു, ഒരുപാട് പേര് പ്രതികരിച്ചു, പല സെലിബ്രിറ്റീസും പ്രതികരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരാളുടെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഇതിലേക്കൊക്കെ വരാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക, ഹൈപ്പും കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെക്കുക. നമുക്ക് കൃഷ്ണപ്രഭയ്ക്ക് എന്താണ് പറയാനുള്ളത് അതാദ്യം ഒന്ന് കേട്ട് നോക്കാം. എന്തുകൊണ്ടാണ് അവർ ആ ഒരു വിവാദത്തിൽ പെട്ടുപോയത്, അതൊന്ന് കേട്ട് നോക്കാം. ആദ്യം ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ പത്ത് തന്നെ ഡിപ്രഷൻ മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, പണിയൊന്നും ഇല്ലാത്തോണ്ടാ. എപ്പോഴും മനുഷ്യൻ ബിസി ആയിരുന്ന കുറെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഈ ഒരു കാര്യം കേട്ടല്ലോ, അവരുദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അവരുദ്ദേശിച്ചത് ഒന്നും ചിന്തിക്കാനില്ലാതിരുന്നാൽ, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാൻ സമയം കണ്ടെത്താതിരുന്നാൽ, സമയം കൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ നമ്മുടെ മൈൻഡ് വേറെ പല കാര്യങ്ങളിലേക്കൊന്നും പോകില്ല, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് വരില്ല, ഈ ഡിപ്രഷൻ മൂഡിലേക്ക് മാറാൻ പറ്റും എന്നായിരിക്കും ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുള്ളത്. അതായത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങളിൽ, എന്നോട് പലരും സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് ഓക്കെ അല്ല, മൂഡ് ഓഫ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നൊരു പോയിന്റാണത്. അതായത് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. ഇപ്പോൾ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ. ഇപ്പം ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് കോമഡി സിനിമകൾ കാണുക. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഒരു മൈൻഡ് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇവർ ഉദ്ദേശിച്ചത് അതുതന്നെയായിരിക്കാം. അതായത് ഏത് സാഹചര്യത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് മാറിയിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക. എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് മാറാം എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അത് കൺവേ ചെയ്ത രീതി ഒരുതരം കളിയാക്കൽ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കത് എങ്ങനെ ഫീൽ ചെയ്യുന്നു വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു തമാശ രൂപേണ പറഞ്ഞത്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് പേര് അത് ഹേർട്ട് ചെയ്യും. അതിൽ അങ്ങനെ ഹേർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അഞ്ജു ജോസഫ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിംഗറാണ്, ഇത്തരം സ്റ്റേജിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് അഞ്ജു. അപ്പൊ അഞ്ജുവിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഞാനിതിനെ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കൃഷ്ണപ്രഭ എന്ന് പറഞ്ഞ ആളോട് എനിക്ക് പേഴ്സണലി യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ പ്രതികരിച്ചതും ആ പുള്ളിക്കാരിയോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആ പറഞ്ഞ കാര്യത്തില് തെറ്റുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് ബേസിക്കലി ഒന്ന്, ഇത് അനുഭവിക്കാത്ത ഒരാൾക്ക്, നമുക്ക് ചില കാര്യങ്ങള് ചിലർക്ക് അനുഭവിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ മേ ബി ഒരു 5-6 കൊല്ലം മുന്നേ എന്റെ അടുത്ത്, 5-6 കൊല്ലം അല്ല, മേ ബി ഒരു 8-10 കൊല്ലം മുന്നേ എന്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതിരുന്നൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആ കുറിച്ചതിനകത്തും എഴുതിയിരിക്കുന്നത്. അത് തന്നെയാണ്. അറിയില്ലെങ്കിൽ, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. ഒരുപാട് പേരുണ്ട് ഇതിനെപ്പറ്റി, ഇത് കാരണം, അതായത് ഇപ്പൊ ഡിപ്രഷനും ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ കാരണം വലയുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകള് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരോ സൈക്യാട്രിസ്റ്റുമാരോ ഇരിക്കുന്നത് വെറുതെ പണിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വരുന്നതല്ല. അപ്പൊ ഞാൻ കൃഷ്ണപ്രഭയുടെ ആ ഒരു പോസ്റ്റിന്റെ താഴെ ഞാൻ പോയി കമന്റ് ചെയ്തിരുന്നു. ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ആളാണ് ഇലോൺ മസ്ക്. അദ്ദേഹം 2025 മാർച്ചിൽ അദ്ദേഹം ഡിപ്രഷനിൽ മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് അഞ്ജു പറയുന്ന പോയിന്റ് വാലിഡ് ആണ്. കാരണം ഒരാളും അറിഞ്ഞുകൊണ്ടല്ല ഡിപ്രഷനിലേക്ക് വീഴുന്നത്. ചിലപ്പോൾ ചില വ്യക്തികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലമായിരിക്കാം ലവ് ഫെയിലിയർ.
അതല്ലെങ്കിൽ ഫാമിലിയിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൾക്ക് ഒരു സമയത്ത് അവൾ ഡിപ്രഷനിലേക്ക് പോയിട്ട് അത് റിക്കവർ ചെയ്ത് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ട്രോമയാണ്, സ്വന്തം ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയ ട്രോമയാണ്. അപ്പം ഇങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഈ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. ഇപ്പോൾ അഞ്ജു പറഞ്ഞ പോലെ നമ്മളെ ബാധിക്കാത്ത വിഷയങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബാധിക്കുന്നതെല്ലാം നമുക്ക് പലപ്പോഴും കെട്ടുകഥകൾ മാത്രമായിരിക്കും. കൃഷ്ണപ്രഭയ്ക്ക് ഈ പറയുന്ന ഒരു അവസ്ഥ വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പണിയുമില്ലാത്തവർക്കാണ് ഈ ഡിപ്രഷൻ വരുന്നത് എന്ന് പറയുന്നതിനോടാണ് ഒരുപാട് പേര് എതിർത്ത് സംസാരിച്ചത്. അതും പറഞ്ഞ രീതി അത്രയും തമാശ പോലെ. ഒരു മാനസിക അവസ്ഥയാണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. സാധാരണ ഒരു മൂഡ് ഓഫ് എന്ന് പറയുന്ന പോലെ അല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ഇത്രമാത്രം കൂടുന്നു? അതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സർവൈവ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഇവർ തകർന്നു പോകുമ്പോഴാണ് മുന്നിൽ ഒന്നുമില്ല, ഇനി ഒരു ഫ്യൂച്ചർ മുന്നിലില്ല എന്ന് തോന്നുമ്പോഴാണ് പല ആൾക്കാരും ഈ പറയുന്ന ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പ്രവണതയിലേക്ക് മാറുന്നതും അത് ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ബാധിക്കാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് വെറും തമാശകളായിരിക്കും. പക്ഷേ അത് ബാധിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് കൃഷ്ണപ്രഭ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ അഞ്ജുവിൻ്റെ കാര്യം ആയിക്കോട്ടെ, അഞ്ജു ഒരുപാട് ഇൻ്റർവ്യൂകളിൽ അഞ്ജു സംസാരിച്ചിട്ടുണ്ട്. അഞ്ജുവിൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്, അതിനുശേഷം അഞ്ജു എന്തൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പല ഇൻ്റർവ്യൂകളിൽ അഞ്ജു സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ അവരുടെ അവസ്ഥകൾ പുറത്ത് പറയാൻ പറ്റാതെ, അവരെ കേൾക്കാൻ ഒരാളില്ലാതെ എത്രയോ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവർ അറ്റ് ദ എൻഡ് അഭയം പ്രാപിക്കുന്നത് ഈ പറഞ്ഞ സൂയിസൈഡ് എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസിയിലേക്കാണ്. അതായത് ഡിപ്രഷൻ്റെ ഫൈനൽ സ്റ്റേജ് ആണ് സൂയിസൈഡ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. എന്നെ തിരുത്താൻ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. സോ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇനി മുന്നോട്ടൊന്നും ഇല്ല, ജീവിക്കാനൊന്നുമില്ല, ഒരു പ്രതീക്ഷകളുമില്ല, കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് സാധാരണ ഞാനിന്ന് മൂഡ് ഓഫ് ആടാ എന്ന് പറയുന്ന നല്ല ഡിപ്രഷൻ. ഒരു പക്ഷേ കൃഷ്ണപ്രഭ കേട്ടിട്ടുള്ളത് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ മൂഡ് ഓഫ് ആണ് എന്ന് പറയുന്നതായിരിക്കും ഡിപ്രഷൻ എന്നായിരിക്കും. ഈ ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ പോലും നമ്മൾ അറിയുന്ന ഒരാളോട് പറയാണ് എൻ്റെ മൈൻഡ് ശരിയല്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനോട് നടന്നു പോകുന്നത് എന്ന് പറയുമ്പോൾ അവർക്കത് എത്രമാത്രം മനസ്സിലാവണമെന്നില്ല. നമ്മുടെ വേദന നമ്മുടെ മാത്രമാണ്. മറ്റൊരാൾക്കത് നോക്കിക്കാണുമ്പോഴേക്കും ഇതൊക്കെ സിമ്പിളല്ലേ, നീ സില്ലിയായിട്ട് വിട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. പക്ഷെ നമുക്ക് നമ്മുടെ പെയിൻ എത്രമാത്രം വലുതാണെന്നുള്ളത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു പക്ഷേ അത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ലഘൂകരിച്ച് വളരെ സിമ്പിളായിട്ട് ചിരിച്ചുല്ലസിച്ച് അവരത് പ്രസൻറ്റ് ചെയ്തത്. ജോലിയും കൂടി ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്കാണ് ഈ പറയുന്ന സ്റ്റേജ് വരുന്നത് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്. പക്ഷെ അത് തെറ്റി. ഇത്തരം സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മൈൻഡ് ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്കറിയുന്നവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അത് ജോലിയും കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണപ്രഭയോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു കാര്യം വന്നില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാൾക്കത് വന്നുകൂടായികയില്ല, നാളെ നിങ്ങൾക്കത് വരാതെ ഇരിക്കില്ല. അതുകൊണ്ട് ഒരു തമാശ രൂപേണ പറയുമ്പോൾ കേൾക്കുന്നവൻ്റെ മാനസികാവസ്ഥ കൂടി നിങ്ങൾ ചിന്തിക്കണം. ആ ഒരു അവസ്ഥയ്ക്ക് കൂടി കടന്നു പോയ ഒരാൾ അവൻ എത്രമാത്രം സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും അത് ഓവർകം ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു കാര്യത്തെ നിങ്ങൾ ഇത്രയും വളരെ തമാശ രൂപേണ പറയുമ്പോൾ അവനത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യും. അതാണ് നിങ്ങൾക്കെതിരെ വരുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ റീസൺ എന്ന് പറയുന്നത്. ഒരുപാട് പേര് റിയാക്ട് ചെയ്ത് കണ്ടു. ഒരുപാട് പേര് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മാറി മറ്റെന്തെങ്കിലുമൊക്കെ മൈൻഡ് എൻഗേജ് ആക്കിയാൽ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥ മാറാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഒരു ജോലിയും കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്, പണ്ടത്തെ വട്ട് ഇപ്പോഴത്തെ മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ് വളരെ സിമ്പിളാക്കി മാറ്റിക്കളഞ്ഞതിന് അത് ശരിയായില്ല. നമുക്ക് സമൂഹത്തിൽ എത്രമാത്രം വിലയുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ നാവൊന്ന് പിഴച്ചാൽ അത് സൊസൈറ്റിയെ ബാധിക്കുമെങ്കിൽ, നമുക്കറിയാത്ത കാര്യമാണെങ്കിൽ പറയാതിരിക്കുക. എനിക്കറിയില്ല, അതേക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങളൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വാക്കുകൾ പുറത്തു വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞാൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ്, അത് ആർക്കൊക്കെ കേൾക്കുമ്പോൾ ഹേർട്ടാവും, ചിന്തിച്ചിട്ട് സംസാരിക്കുക. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.